പാലക്കാട് ജില്ലയിലെ ആലത്തൂരിലെ തൃപ്പാളൂർ ശിവക്ഷേത്രത്തിലാണ്. വളരെ പ്രാധാന്യമുള്ള മഹാക്ഷേത്രമാണ്. കേരളത്തിലെ 108 ശിവാലയങ്ങളിൽ വളരെ അതിപ്രധാനമായ സ്ഥാനം വഹിക്കുന്ന ഒരു ക്ഷേത്രമാണ്. പണ്ട് പാലക്കാട്ടുശ്ശേരി രാജഭരണ കാലത്ത് രാജാവിന്റെ അധീനയിലായിരുന്നു. പിന്നെ ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിലാണ്. ദേവസ്വം ബോർഡിന് കീഴിലാണെങ്കിലും പാലക്കാട്ടുശ്ശേരി ശേഖരവർമ്മ വലിയ രാജാവാണ് ഇപ്പോഴും പാരമ്പര്യ ട്രസ്റ്റി. നമുക്ക് ഈ മഹാക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടന്നാലോ? ആനമലയിൽ നിന്നുദ്ഭവിച്ച് തൃപ്പാളൂരിലെ മണ്ണിലൂടെ ഭാരതപ്പുഴയിൽ ലയിക്കുവാൻ വെമ്പി ഒഴുകുന്ന ഗായത്രിപ്പുഴയുടെ കരയിലാണ് തൃപ്പാളൂർ ക്ഷേത്രം. പണ്ടുകാലത്ത് പാലക്കാട്ടുശ്ശേരി രാജസ്വരൂപത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ മുഖ്യസ്ഥാനമാണ് തൃപ്പാളൂർ ക്ഷേത്രത്തിനുള്ളത്. അമ്പലവും കുളവും ഉൾപ്പെടെ 11 ഏക്കർ 55 സെന്റായിരുന്നു ഉണ്ടായിരുന്നത്. ഏതാണ്ട് 10,000 പറ നെല്ല് പാട്ടം കിട്ടിയിരുന്നു. ഇന്ന് ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും ദേവസ്വത്തിന്റെയും നേതൃത്വത്തിൽ ക്ഷേത്രം കുംഭാഭിഷേക നിറവിലാണ്. മഹാവിഷ്ണുവിന്റെയും ശ്രീ നരസിംഹമൂർത്തിയുടെയും ക്ഷേത്രമാണ് ആദ്യകാലത്തുണ്ടായിരുന്നത്. ഇവിടം സന്ദർശിച്ച ശ്രീ ഖരമഹർഷി ക്ഷേത്രാങ്കണത്തിൽ ശിവഭഗവാന്റെ ചൈതന്യം ഉള്ളതായി ബോധ്യപ്പെട്ടപ്പോൾ ശിവനെ പ്രാർത്ഥിക്കുകയും അവിടെ ഒരു ശിവലിംഗം സ്വയംഭൂവായി കാണപ്പെട്ടു എന്നതാണ് ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം. ശിവലിംഗത്തിന് സാധാരണയിൽ നിന്നും ഏകദേശം 1.5 അടി ഉയരമുള്ളതാണ്. ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ശിവഭഗവാന് സോപാനം ഇല്ല എന്നതാണ്. അത് മാത്രമല്ല, നന്ദിദേവൻ മുഖമണ്ഡപത്തിൽ താഴ്ന്നാണ് ഇരിക്കുന്നത്. ഇതിന് കാരണം സ്വയംഭൂവായ ഭഗവാൻ തറനിരപ്പിൽ നിന്നും താഴെയാണ് എന്നതുകൊണ്ടാണ്. ഖരമഹർഷി ആ ശുഭമുഹൂർത്തത്തിൽ 2 ശിവപ്രതിഷ്ഠ കൂടി നടത്തിയതായാണ് ഐതിഹ്യം. വലത് കൈകൊണ്ട് കിഴക്ക് ഭാഗമായ അയിലൂരിലും ഇടത് കൈകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തുള്ള പല്ലാവൂരും. നാലമ്പലത്തിനുള്ളിൽ 3 ശ്രീകോവിലുകളാണ് ഉള്ളത്. 3 നിലയിൽ ദീർഘചതുരാകൃതിയിലുള്ള ശ്രീകോവിൽ ശിവഭഗവാന്റെയും വിഷ്ണുവും നരസിംഹമൂർത്തിയുമാണ് മറ്റ് 2 പ്രതിഷ്ഠകൾ. നരസിംഹ ഭഗവാന്റെ പ്രതിഷ്ഠയ്ക്ക് വട്ട ശ്രീകോവിലും വിഷ്ണു ഭഗവാന്റെ 2 നിലയിലുള്ള ശ്രീകോവിലിന് പൂമുഖത്തോടു കൂടിയുള്ള ചതുര ശ്രീകോവിലുമാണ്. നാഗങ്ങൾക്കും സുബ്രഹ്മണ്യനും ഗണപതിയുമാണ് ഉപപ്രതിഷ്ഠകൾ. ശാസ്താവിന് ഉപദേവസ്ഥാനമാണ്. ക്ഷേത്രത്തിന്റെ പിന്നിലുള്ള നാലമ്പല ഭാഗത്ത് വാസുകി ശയനം എന്ന അത്യപൂർവവും പുരാതനവുമായ ചുവർചിത്രം കാണുവാൻ സാധിക്കും. പടിഞ്ഞാറേ നടയിലെ പുറം ചുമരിലെ ഉൾവശം മുഴുവനായി ചിത്രം വരച്ചിട്ടുമുണ്ട്. സാധാരണ പാമ്പിന്മേൽ ശയിക്കുന്ന മൂർത്തി എന്ന് പറഞ്ഞാൽ അത് പത്മനാഭസ്വാമിയാണ്, അല്ലെങ്കിൽ മഹാവിഷ്ണു. എന്നാൽ നമ്മുടെ തൃപ്പാളൂരിൽ വാസുകിക്ക് മേൽ ശയിക്കുന്ന മഹാദേവനെയാണ് കാണുവാൻ സാധിക്കുന്നത്. ശയന ശിവനെ അപൂർവമായി കാണാൻ സാധിക്കുകയുള്ളൂ. ഈ ചിത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുമുണ്ട്. മഹാദേവൻ വാസുകിക്ക് മേൽ ശയിക്കുകയും ഉമ മഹാദേവന്റെ പാദങ്ങൾ മടിയിൽ വെച്ചിരിക്കുന്നതും കാണാം. ഇതോടൊപ്പം തന്നെ ചിത്രത്തിൽ മഹാവിഷ്ണു, ബ്രഹ്മാവ്, ഇന്ദ്രൻ, മുനിമാർ പാരായണം ചെയ്ത് നിൽക്കുന്നതായും കാണുവാൻ സാധിക്കും. കാവശ്ശേരി വാസുദേവൻ 1021 വരച്ചതാണ് ചിത്രമെന്ന് ചുവർലിഖിതത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലും വാസുദേവ പട്ടർ എന്ന നാമത്തിൽ ചിത്രങ്ങൾ വരച്ചതായി അറിയുവാൻ സാധിക്കുന്നു. ശയനരൂപം വിഷ്ണു ഭഗവാന് മാത്രമുള്ളതല്ല എന്ന് മനസ്സിലാക്കുവാൻ ഈ ചിത്രം വഴിയൊരുക്കും. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഭംഗിയുള്ള വാസുകി ശയനത്തിന്റെ ചിത്രമുള്ളതായി അറിയുവാൻ സാധിച്ചു. ഒരാൾക്ക്
സ്വപ്നദർശനം ലഭിക്കുകയും അങ്ങനെ വരച്ച ചിത്രം അവിടെ ശോഷിച്ചിട്ടുള്ളതായി അറിയുന്നു. തൃപ്പാളൂർ ശിവക്ഷേത്രം. തൃപ്പാളൂർ ശിവക്ഷേത്രത്തിനെ പറ്റിയിട്ട് തൃപ്പാളൂരല്ല, ആലത്തൂർ ക്ഷേത്രം മാത്രമാണ് പഴയ റെക്കോർഡുകളിൽ. അത് കടത്തനാട്ട് ശങ്കരവർമ്മൻ്റെ സച്ചിത്രമാലയിലും പുന്നശ്ശേരിയുടെ ജ്യോതിശാസ്ത്ര സുബോധനയിലും പരാമർശിക്കുന്നുണ്ട്. ഈ ആലത്തൂർന്ന് പറഞ്ഞപ്പോൾ ഒരു 10-20 കൊല്ലത്തിന് മുമ്പ് ആലത്തിയൂരിൽ പോയിട്ട് അന്വേഷിച്ച് നോക്കി. കാരണം ജ്യോതിഷത്തിൻ്റെ ഗവേഷണം നടന്നത് മുഴുവനും തിരൂർ തിരുനാവ ഭാഗത്തായതുകൊണ്ട് ആലത്തൂറായിരിക്കുമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല. പിന്നെ ആ ഗവേഷണം അങ്ങനെ വിട്ടു. ഒരു കൊല്ലത്തിന് മുമ്പ് തിരുപ്പാട് സ്വദേശി ഒരു വിഷ്ണുവിനാണ് എൻ്റെ ചിത്രം അയച്ചു തന്നു. ആ ചിത്രത്തിൽ ഒരു ലിഖിതമാണ് ഉണ്ടായിരുന്നത്. ആ ലിഖിതത്തിൻ്റെ ഒപ്പം ഒരു പ്രപഞ്ച മണ്ഡലത്തിൻ്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ലിഖിതം വായിച്ചപ്പോൾ തന്നെ അത് പ്രപഞ്ചത്തിൻ്റെ കണക്കുകളാണ് എഴുതിയിരിക്കുന്നത്. പിന്നീട് ഞാൻ അവിടെ പോയി. ദീപാവലി കഴിഞ്ഞ് ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയത്. അവിടെ എത്തി അത് വായിച്ച് നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ആ പുന്നശ്ശേരി നമ്പി പറയുന്ന കേരളത്തിൻ്റെ സെൻറ്റർ, ആ കേരളത്തിൻ്റെ സെൻറ്റർ പറയുമ്പോൾ അന്ന് കേരളം എന്ന് പറഞ്ഞാൽ ഗോകർണം മുതൽ കന്യാകുമാരി വരെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴുള്ള സയൻസായിട്ട് നോക്കുന്ന സമയത്ത് കേരളം എന്ന് പറഞ്ഞാൽ കന്യാകുമാരി 8 ഡിഗ്രിയിലും ഗോകർണം 12 ഡിഗ്രിയും ഈ തൃപ്പാളൂർ എന്ന് പറഞ്ഞ സ്ഥലം 10 ഡിഗ്രിയാണ്. അപ്പോൾ സെൻറ്ററാണ്. അപ്പോൾ അതാണ് അന്ന് ജ്യോതിഷന്മാർ എടുത്തിരിക്കുന്ന കണക്ക്. അതിന് കാരണം ആര്യഭട്ടൻ്റെ ബേസ് ചെയ്തിട്ടുണ്ടെങ്കിലും സൂര്യസിദ്ധാന്തം അനുസരിച്ചെടുക്കുന്നത് ആര്യഭട്ടൻ ഉപയോഗിച്ചിരിക്കുന്നത് വാരണാസിയാണ്. അത് 23 ഡിഗ്രിയാണ്. ആ 23 ഡിഗ്രിക്കും 10 ഡിഗ്രിക്കും ഇടയിൽ 13 ഡിഗ്രി വ്യത്യാസമാകുമ്പോൾ ഇവിടെ ഒന്ന് കണക്ക് കൂട്ടൽ തെറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തിരുനാവായയിൽ ഒരു മാമാങ്കത്തിൽ എല്ലാ ജ്യോതിഷന്മാരും കൂടിയിട്ട് ഒരു കണക്ക് കൂട്ടിയിട്ട് ഒരു കറക്ഷൻ വരുത്തി. ആ കറക്ഷൻ വരുത്തുമ്പോൾ അവരെടുത്ത സെൻറ്ററാണ് ഈ ആലത്തൂറും പറഞ്ഞിരിക്കുന്നത്. ആലത്തൂരല്ല, ശരിക്കും തിരുപ്പാളൂർ അമ്പലത്തിലാണ് അതിൻ്റെ രേഖകൾ കണ്ടത്. അത് എഴുതിയിരിക്കുന്നത് കാവശ്ശേരി വാസുദേവൻ പറഞ്ഞ ഒരു വ്യക്തിയാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം 2 പേരുടെ ശിഷ്യനാണ്. ഒന്ന് തിരുനെല്ലിയിലെ ഒരു യോഗിയുടെ ശിഷ്യനുമാണ്. അതവിടെ രേഖയിൽ പറഞ്ഞിട്ടുണ്ട്. തിരുനെല്ലിന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം പറഞ്ഞാൽ അവിടെ വന്ന് അമല ഗുഹന എഴുതിയിരിക്കുന്നത്. അമല എന്ന് പറഞ്ഞാൽ നെല്ലിയാണ്, അത് ഇപ്പോൾ തിരുനെല്ലിയാണ്. പിന്നെ രണ്ടാമത് എഴുതിയിരിക്കുന്നത് കാവശ്ശേരി വാസുദേവ രാജാവ് പറഞ്ഞതനുസരിച്ച് ശിഷ്യനും കൂടിയിട്ടാണ് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 രേഖ എഴുതിയിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ഇതെങ്ങനെയാണ് ഘടന, ആ ഘടന മുഴുവനും അതിൽ വരച്ചിട്ടുണ്ട്. അത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതുകയാണെന്ന് പറഞ്ഞിട്ടാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ കൊല്ലവർഷം പറഞ്ഞിട്ടുണ്ട്, അതിപ്പോൾ ഓർമ്മയില്ല. എന്നാലും ആ ഗ്രഹം വരുമ്പോൾ സൂര്യൻ സെൻറ്ററായിട്ട്, സൂര്യൻ്റെ ചുറ്റി ഗ്രഹം ഒന്ന് ഇന്ന് നമ്മൾ കാണുന്ന ഗ്രഹനില അനുസരിച്ച് തന്നെ എഴുതിയിരിക്കുകയാണ്. അതിൻ്റെ ദൂരം എത്ര ദൂരം പറഞ്ഞ് യോജന അനുസരിച്ച്, യോജന വരുന്ന സമയത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ കിലോമീറ്ററിൻ്റെ അധിക വ്യത്യാസമല്ല, ഏകദേശം അതേ വരുന്നുണ്ട്. കാരണം അതിൽ സൂര്യൻ്റെ നോക്കുന്ന സമയത്ത് സൂര്യൻ്റെ ഈ രശ്മികളൊന്ന് ഭൂമിയിലേക്ക് എത്താൻ 3 ലക്ഷം കിലോമീറ്ററാണ്. അപ്പോൾ അതിന് യോജന കണക്കിലൊന്ന് 4404 ആര്യഭട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് 4410 10. അപ്പം പക്ഷേ ടോട്ടൽ വരുമ്പോൾ 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് അത് വരുന്നുണ്ട്. അങ്ങനെ ഒவ்வொரு ഗ്രഹങ്ങളുടെയും അടുത്തത് ബുധൻ എഴുതിയിരിക്കുന്നത്, സൂര്യൻ്റേത് ചന്ദ്രൻ്റേത്, ഭൂമി, പിന്നെ ശുക്രൻ, ശനി. ഇത് കഴിഞ്ഞിട്ട് പിന്നെ എഴുതിയിരിക്കുന്നത് നമ്മൾ പുരാണങ്ങളിൽ പറയുന്ന ഈ ഗായത്രിയിൽ പറയുന്ന ഭൂവർലോഹം, ഭൂലോഹം, അങ്ങനെയുള്ള ലോഹങ്ങളുടെ കണക്കാണ്. അത് ഇത്ര ദൂരമുണ്ട്. ആ 1 കോടി ഭൂവർലോഹം എടുക്കുന്നത് 1 കോടിയാണ് യോജന. 2 കോടി യോജന ഭൂവർലോഹം, അത് കഴിഞ്ഞാൽ ജ്ഞാനലോഹം. അങ്ങനെ ഒவ்வொரு ലോഹം കഴിഞ്ഞിട്ട് ബ്രഹ്മലോഹം ആദ്യം വരികയാണ്. ബ്രഹ്മലോഹം കഴിഞ്ഞിട്ട് ആദ്യം എത്രയോ 32 യോജന അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 32 ലക്ഷം യോജനയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ വിഷ്ണുലോഹം, വിഷ്ണുലോഹം കഴിഞ്ഞിട്ട് ശിവലോഹം, ശിവലോഹം കഴിഞ്ഞിട്ട് മേരു പർവ്വതം എന്ന് പറയുന്ന പർവ്വത മണ്ഡലമാണ് അണ്ടഭിത്തി. ഇപ്പം നമ്മൾ സയൻസ് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഒരു ഭിത്തി ഉണ്ട് എന്ന്. ആ ഭിത്തി അടക്കം ഇവിടെ പറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് വൈകുണ്ഠം. അങ്ങനെ അവസാനം വൈകുണ്ഠം ഇരിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ് ഇരിക്കുന്നത് പറഞ്ഞിട്ടുള്ള കണക്ക് വ്യക്തമായിട്ട് അല്ല പറഞ്ഞിട്ടുണ്ട്. സാർ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ആലത്തൂര് പണ്ട് തൊട്ടേ കേരളത്തിന്റെ നടുഭാഗം, ജ്യോതിഷപരമായിട്ട് നടുഭാഗം. എക്സാക്ട് സെന്റർ എന്ന് പറഞ്ഞത് ഈ ശിവക്ഷേത്രം. കാരണം അവിടെ ഒരു ശില ഉണ്ട്. ആ ശില വന്ന് അവിടെ ഞാൻ തന്ത്രിമാരുടെ അടുത്തും മറ്റോ സംസാരിച്ചപ്പോൾ അവർ പൂജിക്കുന്നത് ആദിത്യ പൂജയാണ്. കണ്ടാൽ ശിവലിംഗം പോലെ തോന്നും, പക്ഷേ അത് ആദിത്യ പൂജയാണ്. അത് ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അങ്ങനെയാണെങ്കിൽ മാർച്ച്
21, 22 അതുപോലെ സെപ്റ്റംബർ മാസം 23, 22 സൂര്യൻ നേരെ അവിടെ വരും. അപ്പോൾ ഞാൻ 19-ാം തീയതി നോക്കുന്ന സമയത്ത് 2 ഡിഗ്രിയുടെ വ്യത്യാസമാണ്. അപ്പോൾ ഇത് എല്ലാം കൂടി വരുന്ന സമയത്ത് പണ്ട് പുനശ്ശേരിയോ അല്ലെങ്കിൽ അതിനു മുമ്പ് മറ്റേ കടത്തനാട് ശങ്കരവനോ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അവിടെ ഇരിക്കും. സാർ, അപ്പോൾ ഒരുപാട് പഴക്കം ചെന്ന അമ്പലമാണ് പഴക്കഞ്ചന അമ്പലമാണ്. കാരണം കടത്തനാട് ശങ്കരവർമ്മ 18th സെഞ്ച്വറിയാണ് കാലം പറയുക, കടത്തനാട് ശങ്കരവർമ്മൻ്റെ. അപ്പോൾ ആ കടത്തനാട് ശിഷ്യ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിലുള്ള എഴുത്തായിരിക്കാം. ഖരമഹർഷിയുടെ ഖരപ്രതിഷ്ഠയാണെന്നുള്ളതാണ് പറയണത്. അയിലൂര്, പല്ലാവൂർ, തൃപ്പാളൂർ അങ്ങനെ 3 ക്ഷേത്രങ്ങൾ കൂടിയിട്ടുള്ളതായ ഖരൻ്റെ ഖരമഹർഷിയുടെ പ്രതിഷ്ഠയാണെന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ വാവ് കർക്കിടക മാസത്തിലെ വാവിന് ബലിതർപ്പണങ്ങൾ കാര്യങ്ങൾ ഒക്കെ പൂർവാധികം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. തുലാമാസത്തിലെ വാവിനും അതേപോലെ ഇവിടെ ഉത്സവാദി കർമ്മങ്ങളും ബലിതർപ്പണങ്ങളും നടത്താറുണ്ട്. കമ്മ്യൂണിറ്റി ഹാള് ഇവിടെ ചെയ്യണ്ടായി. നമ്മൾ ആലത്തൂർ MLA ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കമ്മ്യൂണിറ്റി ഹാൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട് പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാർ ശബരിമല സീസണിൽ ഇവിടെ വരികയും കുളിച്ചു തൊഴുകുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ പണ്ട് ഇപ്പോൾ ചെക്ക് ഡാം കിട്ടിയപ്പോൾ ഈ പുഴ വെള്ളം ഇത് വന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരവില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് നമ്മൾ ഇവിടെ ഒരു പാലം പ്ലാൻ ചെയ്തിരുന്നു. അതിപ്പോൾ ഒരു തൂക്കുപാലമായിട്ടൊരു പ്രോജക്റ്റായിട്ടാണ് സാങ്ഷൻ കിട്ടുന്നത്. നമ്മൾ ആ തൂക്കുപാലം ഈ കഴിഞ്ഞ ദീപാവലിക്ക് ഉദ്ഘാടനം കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ മറ്റേ ബലിയിടൽ ഒരു പ്രധാന ചടങ്ങ്, നമ്മളവിടെ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ മൊത്തത്തിലുള്ളൊരു പിക്ചർ നമ്മൾ MLA ഫണ്ട് ഉപയോഗിച്ച് ഈ ഭാഗത്ത് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഇവിടുത്തെ പ്രധാനമായിട്ടൊരു കമ്മിറ്റിക്കുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾക്കിവിടെ വെറും പുനരുദ്ധാരണ കമ്മിറ്റിയാണ്. മറ്റുള്ളവിടത്തെ പോലെ ഈ ട്രസ്റ്റി സംവിധാനമില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എപ്പോഴും ഈ അമ്പലത്തിലുണ്ട്. നമ്മൾ ഈ പുറത്ത് ഒരു കമ്മിറ്റിയിൽ കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ പുറത്തു നിന്നുകൊണ്ടുള്ള ഒരു കമ്മിറ്റി പോലെയാണ് അത്. മറ്റേ ട്രസ്റ്റുള്ള അമ്പലങ്ങളിൽ കുറച്ചുകൂടി നമ്മൾ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ സാധിക്കും. അതാ ഞങ്ങൾ ക്ഷേത്രത്തിൽ നമ്മൾ രാജാവിനെ പോയി കാണുകയൊക്കെ ചെയ്തിരുന്നു ഇതിനിടയ്ക്ക്. അപ്പോൾ അങ്ങനെ ഇത്തരം അമ്പലങ്ങൾ കൂടി ആ ട്രസ്റ്റി സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് കുറച്ചുകൂടി ഡെവലപ്മെൻറ്റിന് കുറച്ചുകൂടി ഗുണം ചെയ്യും, ഭക്തജനങ്ങൾക്ക് കുറച്ചുകൂടി ഗുണം ചെയ്യും. അതാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ ഈ കലശത്തിന് വേണ്ടി ജനങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. ാണ് നിത്യനിദാനം തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ 3 പ്രധാന ദേവന്മാർ ഒരു ചുറ്റമ്പലത്തിനുള്ളിൽ സ്ഥിതി കൊള്ളുന്ന ഒരു മഹാക്ഷേത്രം കൂടിയാണിത്. ചതുർബാഹുവായിട്ടുള്ള 2 മഹാവിഷ്ണു രൂപങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് കൃഷ്ണസങ്കല്പത്തിലും ഒന്ന് നരസിംഹ സങ്കല്പത്തിലുള്ളതാണ്. ശിവക്ഷേത്രം എന്നതിലുപരി ഇതൊരു വൈഷ്ണവ സങ്കേതം കൂടിയാകുന്നു. അതോടൊപ്പം ഉപദേവന്മാരായിട്ട് 2 ഗണപതിയും ഒരയ്യപ്പനും പിന്നെ സുബ്രഹ്മണ്യ കലയോട് കൂടിയിട്ടുള്ള ഒരു നാഗസന്നിധി ഉണ്ട്. ഇതിനകത്ത് കേരളത്തിൽ തന്നെ വളരെ പ്രത്യേകതയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാഗസന്നിധി ചുറ്റമ്പലത്തിനകത്ത് ഉണ്ടാവാറില്ല. അത് നാലമ്പലത്തിനകത്ത് ഉണ്ടാവാറില്ല. ഇവിടെ അതൊരു പ്രത്യേകതയുണ്ട്. അത് ഈ സുബ്രഹ്മണ്യ കലയുള്ളത് കൊണ്ടാണ് എന്നാണ് പറഞ്ഞു കേട്ടത്.
മഹാബലി വാവ്, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഉത്സവം. അത് നടത്തുകയുണ്ടായി. ഇനി കർക്കിടക വാവ് സമയത്ത് ഇവിടെ ബലിതർപ്പണത്തിന് 10,000 വരുന്നൊരു സ്ഥലമാണ്. നവീകരണ കലശം നടത്തണം എന്നുള്ള ആഗ്രഹപ്രകാരം കമ്മിറ്റി അത് പിരിച്ചുകൊണ്ട് പൊതുജനങ്ങളിൽ നിന്ന് സംഭാവന സ്വീകരിച്ചുകൊണ്ട് ഈ ഡിസംബർ 28, 29, 30, 31 തീയതികളിൽ അഷ്ടമംഗല പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് പ്രേത വഴിപാടും പ്രായശ്ചിത്ത പൂജയും നടത്താൻ 4 ദിവസം കൊണ്ട് ഇവിടെ ഏറ്റവും പ്രധാനം ഇവിടെ 3 തന്ത്രിമാരാണ്. ഈ മൂന്ന് തന്ത്രിമാരെ ഒരുമിച്ച് കിട്ടുന്നതിന് വളരെ അപൂർവമാണ്. അങ്ങനെ ആ 3 പേരെ എടുത്തുകൊണ്ട് ഇപ്പോൾ പ്രായശ്ചിത്ത പൂജയും പ്രേത വേർപാടും ഈ ഡിസംബർ 28, 29, 30, 31 തീയതികളിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം ജൂൺ മാസത്തിൽ ഇവിടുത്തെ നവീകരണ കലശം നടത്തണം. വളരെയധികം ലക്ഷങ്ങൾ ചിലവുള്ളതാണ്. അതിന് പൊതുജനങ്ങളുടെ സഹകരണം മാത്രമാണ്. ദേവസ്വത്തിൽ നിന്നും ഫണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പൊതുജനങ്ങളെ സഹകരിപ്പിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. നവീകരണ കലശ കുംഭാഭിഷേകത്തിന് നിങ്ങളുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. ക്ഷേത്ര നവീകരണത്തിന് നിങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ QR കോഡും ക്ഷേത്രത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടും ഇവിടെ നൽകിയിട്ടുണ്ട്. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.